പ്രിയ സുഹൃത്തുക്കളെ, മാസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് മാസ്. തമിഴ്നാട്ടിൽ വിജയ് വമ്പിച്ച ഭൂരിപക്ഷത്ത് ജയിച്ചിരിക്കുന്നത്. ഇത് വമ്പിച്ച ഭൂരിപക്ഷം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അയാൾ പാർട്ടി ഉണ്ടാക്കിയത് വെറും 2 വർഷമായിട്ടുള്ളൂ. ആലോചിച്ച് നോക്ക്. രാഷ്ട്രീയക്കാർ വിജയനെ കണ്ടുപിടിക്കണം. എത്ര മനോഹരമായിട്ട് എത്ര നീറ്റായിട്ടാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയത്. ആ പാർട്ടിയിലുള്ള പ്രവർത്തകരെ എല്ലാം നല്ല രീതിയിൽ നിർത്തി ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരാളെയും വലിയ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ അപമാനിക്കാതെ വളരെ സത്യസന്ധമായിട്ട് ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് കൃത്യമായിട്ട് വിജയിച്ചു. ഇത് ഇന്ത്യയിലുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും വിജയനെ കണ്ടുപിടിക്കണം. തമിഴ്നാട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഇനി അത് മാത്രമല്ല, തീർച്ചയായിട്ടും ഈ സിനിമ കഥ എഴുതുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല നോളജുമാണ്. 100% അവരവരുടെ സംസ്ഥാനം എങ്ങനെ വളർത്തിക്കൊണ്ടുവരും നോക്കാം. നമ്മുടെ കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഒരുത്തൻ നാടിൻ്റെ തല വെട്ടിയിട്ട് ഒരേ ബഹളം. എന്താ ഇവന്മാർക്ക്? ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറേ ടീമുകൾ ബഹളം. പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ കല്ലേറ് അടി. തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷൻ നടന്നു, ഒരു കുഴപ്പവുമില്ല. വളരെ മനോഹരമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന് തോറ്റവരെ ഇറങ്ങി കൊടുക്കുകയും ചെയ്ത്. പക്ഷെ ഇവിടെ വെറുതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ഇവന്മാര് സത്യം പറഞ്ഞാൽ നാട് ഭരിക്കാൻ വരികയാണോ ഇല്ല നാടിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരുന്നതാണെന്നല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു നേതാവ് കേരളത്തിൻ്റെ അകത്ത് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അത് ഏത് പാർട്ടിയിൽ പെട്ടവനായാലും ശരി, വിജയെ കണ്ട് പഠിക്കുക എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നോക്കും. അയാൾ അടുത്ത ഇലക്ഷനിൽ 100% ഇപ്പം തന്നെ ഇലക്ഷൻ നിർത്തി വെച്ചിട്ട് ഭൂരിപക്ഷം ഇല്ലാതെ നിർത്തി വെച്ചിട്ട് പുതിയ ഇലക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100% വിജയം അല്ലാതെ ഒരാളും ജയിക്കൂല. കംപ്ലീറ്റ് സ്ഥലത്തും ജയിക്കും, ഒരിക്കൽ ജയലളിത ജയിച്ച പോലെ. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, അതാണ് വളരെ കൃത്യമായിട്ട് നിരീക്ഷണത്തിലൂടെ നല്ല ബുദ്ധിയുള്ളവർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തിലും ബഹളം ഉണ്ടാക്കുക, അടിയുണ്ടാക്കുക, അത് നിയന്ത്രിക്കാൻ ഒരു കഴിവുള്ള നേതാവിന് പോലും കഴിയുന്നില്ല. നിങ്ങളെ MLA ആക്കുന്നതും മന്ത്രി ആക്കുന്നതൊക്കെ ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ജയിച്ച ഉടനെ തന്നെ നാട്ടിനുള്ളിൽ കലാപം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ജാതിയും കൂക്കിവിളിയും ബഹളവും ഇവറ്റകൾക്കൊന്നും ഒരു നാണവും മാനവും ഇല്ലയെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു. നാടിനെ നന്നാക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വിശാലമുള്ള ഹൃദയക്കാരായിരിക്കണം, എത്ര ക്ഷമയുള്ള ആളുകളായിരിക്കണം. അതാണ് ഒരു നേതാവ്. അങ്ങനെ വേണം ഒരു നേതാവ്. അല്ലാതെ കൊലവിളിയും അതുപോലെ തന്നെ ബഹളവും വെച്ചിരിക്കുന്ന എന്ത് നേതാവാണ്? പിന്നെ കേരളത്തിൻ്റെ അകത്ത് ആകെ ഉള്ളത് 3 പാർട്ടിയാണ്. ഇതുവരെ 2 പാർട്ടി എന്ന് പറയും, ഇപ്പം 3 പാർട്ടിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പാർട്ടിക്ക് 3 സീറ്റ് കിട്ടി. അപ്പോൾ അവരും കൃത്യമായിട്ട് തല ഉയർത്തി വരുന്നുണ്ട്. അപ്പം 3 പാർട്ടി. ഈ 3 പാർട്ടി നാട്ടിൽ ചെയ്യുന്ന ഓരോരോ ബഹളങ്ങളും ഒരുമാതിരിയുള്ള ആളുകളോടുള്ള അലമ്പായിട്ടുള്ള പ്രവർത്തനവും എല്ലാം സത്യം പറഞ്ഞാൽ വളരെ ദോഷമാണ്. മലയാളികൾക്ക് നാണക്കേടാണ്. തമിഴന്മാരെ കണ്ട് പഠിക്കുക. തമിഴന്മാരൊക്കെ എത്ര നല്ല രീതിയിലാണ് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത്. ഇവിടെ VD സതീശൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ KSRTC ഫ്രീ എന്ന്. ഞാൻ 100% പറയുന്നു, അയാൾ പറഞ്ഞ ആ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അതിൽ ഒരു മാറ്റവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വരുമാനമില്ലല്ലോ. എന്തെടുത്ത് കൊടുക്കും? KSRTC ഓൾറെഡി നഷ്ടത്തിന് പോവുകയാണ്. അതിന് ആര് ഭരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പം പിന്നെ എങ്ങനെ ഈ സ്ത്രീകൾക്കും കൂടെ ഫ്രീ ആയി കൊടുക്കുക? ശരി, ഇപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും വരുമാനം വേണം പറഞ്ഞാൽ എന്ത് വരുമാനമുള്ളത്? എന്ത് കമ്പനിയാണുള്ളത്? തമിഴ്നാട് വിജയ് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഫ്രീ ആണെന്ന്. അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുന്നേ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമയിൽ നിന്ന് ഭരിച്ചപ്പോൾ തന്നെ അവിടെ ഇഷ്ടംപോലെ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനിയാണ്. നമ്മൾ സിനിമയിലെ കാണുന്നില്ല, 5000 10,000 ആൾക്കാർ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നതും പഞ്ച് ചെയ്യുന്നതൊക്കെ, ലൈനായി നിൽക്കുന്നതൊക്കെ പാത്രം എടുത്തിട്ട്. അങ്ങനത്തെ കമ്പനി 1000കണക്കിലാണുള്ളത്. എഡ്യൂക്കേഷൻ എല്ലാം തമിഴ്നാടാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ അവിടെ പോയി പഠിക്കുന്നത്. എന്തെല്ലാം ഉള്ളത് തമിഴ്നാട്. പക്ഷെ ഇപ്പോഴും ജനങ്ങൾ പല സ്ഥലത്തിലും
വിദ്യാഭ്യാസ കുറവുള്ളത് കൊണ്ട് കാണിക്കുന്നുണ്ട്. അതിനാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് ഓരോ തമിഴനും 100% വിദ്യാഭ്യാസം മിനിമം ഡിഗ്രിയെങ്കിലും എടുത്തിരിക്കണം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എടുപ്പിക്കും, അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത്. അപ്പം അത്രയും വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾ പോലും നമ്മളെ കേരളത്തിലെ മലയാളികളെ നോക്കി അഭിമാനിക്കുന്നവർ പോലും, അല്ലെങ്കിൽ നല്ലത് പറയുന്നവർ പോലും, അവരുടെ മുന്നിൽ പോലും നമ്മൾ തലക്കുനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന, അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കേരളത്തിന് അപമാനമാണ്. വിജയിനെ പോലെ ഒരു നല്ലൊരു പാർട്ടി, ഒരു നേതാവ് നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട് 100%. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കച്ചറയാണ്. ഞാൻ പണ്ട് ഇതിനോട് ചോദിച്ചു, ഒരു തമിഴനോട്, ഇപ്പം തമിഴ് എന്താ പറയുന്നറിയോ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് 2 പാർട്ടി ചിലപ്പോൾ ഉണ്ടാവും. ഈ 2 പാർട്ടി ജനങ്ങൾക്ക്, അതായത് ഈ 2 പാർട്ടിയിൽ ആര് അഴിമതി കാട്ടിയാലും ജനങ്ങൾക്ക് ഒരു വഴിയില്ല ഏതെങ്കിലും ഒരു പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ തമിഴ് പറഞ്ഞ ആര് വന്നാലും കുഴപ്പമില്ല, കുറവായി കക്കുന്നവർക്ക് വോട്ടിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇവർ 2 പേരും നമുക്ക് നല്ലത് ചെയ്യുന്നുള്ളത് ചിന്തിക്കരുത്. അത് സത്യമാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാവും. പക്ഷെ നമ്മുടെ കേരളത്തിലോ 2 പാർട്ടി വന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കിട്ടിയാൽ കിട്ടി, അതൊരു ഭാഗ്യം, ബാക്കിയെല്ലാം കണക്കാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഈ ജയിച്ചതിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അക്രമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ? നിങ്ങൾ ഏത് പാർട്ടിക്കാരായിരിക്കും ഇത് കേൾക്കുന്നത്? അത് ശരിയാണോ? നമ്മുടെ നാട് നന്നാക്കാൻ വന്നിട്ട് എന്തിനാണ് ഇവർ നശിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറയുക. അവരുടെ പ്രവർത്തകരാണത് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കമൻറ്റിൽ പറയുക.